അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ടി വി പ്രസാദ് നമുക്കൊപ്പം ഒരു പ്രധാന വാർത്തയുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കർഷകർക്ക് മോട്ടോർ പമ്പിന് ആവശ്യമായ സോളാർ വൈദ്യുതി പദ്ധതി ടെൻഡറിൽ വൻ ക്രമക്കേട്. PM കുസും എന്ന കേന്ദ്ര ധനസഹായമുള്ള പദ്ധതിയിലാണ് ചട്ടങ്ങൾ വ്യാപകമായി കാറ്റിൽ പറത്തിയത്. പർച്ചേസ് മാനേജരെ നോക്കുകുത്തിയാക്കി 89 ദിവസത്തേക്ക് ജോലിക്ക് വന്നയാളാണ് ടെൻഡർ വിളിക്കാനുള്ള ഫയൽ തുടങ്ങിയത്. സ്ഥാപിച്ച പ്ലാന്റുകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയതും താൽക്കാലിക ജീവനക്കാരനെയാണ്. ക്രമക്കേട് തെളിയിക്കുന്ന നിയമസഭാ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, താൽക്കാലിക ജീവനക്കാരനാണോ ഇവിടെ ഈ പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അനേർട്ടിലെ ക്രമക്കേടാണ് നമുക്ക് നേരത്തെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അട്ടപ്പാടിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയുമാണ്. അതിനിടയിലാണ് കർഷകർക്ക് സോളാർ പമ്പിന്, അതായത് കർഷകരുടെ മോട്ടോറിന് വേണ്ടിയുള്ള വൈദ്യുതി, അതിനുവേണ്ടി സോളാർ പമ്പ് സ്ഥാപിക്കുന്ന PM കുസും പദ്ധതിയുടെ മറവിലെ ഈ ടെൻഡറിൽ വലിയ ക്രമക്കേടുള്ളതായി നമുക്ക് മനസ്സിലാകുന്നത് അരുൺ. ആകെ 30% ഇതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതമുള്ളത്. ബാക്കി 70%. ഈ 70% വഹിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ നബാർഡിൽ നിന്ന് 172 കോടി രൂപയാണ് സർക്കാർ ഇതിനുവേണ്ടി വായ്പയായി എടുത്തിരിക്കുന്നത്. ഇതിലാണ് ആകെ പ്രശ്നം, സർവത്ര പ്രശ്നമാണ്. അതായത് കേന്ദ്രത്തിൻ്റെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റിയിലെ പോലെ ഈ PM കുസും പദ്ധതിയിലും അനേർട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം 240 കോടിയുടെ പദ്ധതിയാണിത്. 2022 തുടങ്ങി 9349 പമ്പിന് വേണ്ടിയുള്ള പ്ലാന്റുകൾ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറി എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ബെഞ്ച് മാർക്ക് കോസ്റ്റ്, അതായത് 5 കിലോവാട്ട് പ്ലാന്റിനാണെങ്കിൽ ഇത്ര രൂപ എന്ന് പറയുന്നതിൻ്റെ ഇരട്ടിയാണ് പലയിടത്തും ഈ അനേർട്ട് ടെൻഡറായി കൊടുത്തിരിക്കുന്നത് എന്നതാണ്. ടെൻഡർ തുകയേക്കാൾ 60,000 രൂപയിലധികം സൺഡാസ്റ്റിക് എന്ന് പറയുന്ന കരാറെടുത്ത കമ്പനിക്ക് വർക്ക് ഓർഡർ കൊടുക്കുന്ന സ്ഥിതിയുമുണ്ടായി. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർവത്ര പ്രശ്നമാണ്. 89 ദിവസത്തേക്ക് ജോലിയിൽ പ്രവേശിച്ച താൽക്കാലികക്കാരനാണ് ഇതിൻ്റെ ടെൻഡർ ക്ഷണിക്കുന്നതെല്ലാം. അവിടെ പർച്ചേസ് ഓഫീസറുണ്ട്, പർച്ചേസ് മാനേജറുണ്ട്, അക്കൗണ്ട്സ് ഓഫീസറുണ്ട്. ഇവരെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ വലിയ ഫയൽ കൈകാര്യം ചെയ്യുന്നത്. സാധാരണഗതിയിൽ 25 കോടിയൊക്കെയാണ് അനേർട്ടിലെ സിഇഒക്ക് വിളിക്കാൻ ശേഷിയുള്ളത്. മന്ത്രിസഭയുടെ പോലും അനുമതിയില്ലാതെയാണ് ഇത്ര വലിയ ടെൻഡർ വിളിച്ചത് എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും അരുൺ, ഇതൊരു ചെറിയ കാര്യമല്ല. അനേർട്ടിൽ നടക്കുന്ന ഇത്തരം ടെൻഡറുകളെ കുറിച്ച് വലിയ അന്വേഷണം സർക്കാർ നടത്തേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അരുൺ, താങ്ക് യു. ടി വി പ്രസാദ്. PM കുസും എന്ന് പറയുന്ന പദ്ധതി ഈ കർഷകർക്കൊക്കെ സോളാർ വൈദ്യുതി ലഭ്യമാക്കേണ്ട ഒരു പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ തട്ടിപ്പില്ലാതെ നടപ്പിലാക്കാൻ പറ്റിയിട്ടുള്ളത്, അല്ലേ? എത്രയെത്ര താല്പര്യക്കാരായിരിക്കും ടെൻഡർ വിളിക്കുന്നത് മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്ന് 100 രൂപ എത്തിയാൽ താഴെ ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് 10 രൂപയായിട്ട് മാറും. ബാക്കി 90 രൂപ പോയ വഴി നമ്മൾ കാണുകയേയില്ല. ഇതാണ് ആ ഇൻവിസിബിൾ പൈപ്പ് ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇതിലൊക്കെ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അനർട്ടിനെയൊക്കെ പോലെ വലിയ പ്രതീക്ഷ നൽകുന്ന സ്ഥാപനങ്ങളും പദ്ധതികളുമൊക്കെ ഇതേ രീതിയിൽ ചില ആളുകളുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടാൻ പാടില്ല.